ഇന്ന് നമ്മൾ ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റി വെണ്ടയ്ക്ക തീയൽ. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ക്വിക്ക് മെസ്സേജ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങളുടെ അക്കൗണ്ട് കറക്റ്റാണോ നോക്കുക. യൂട്യൂബിൽ കിടക്കുന്നത് എന്നിട്ട് ഷനാസ് സ്പൈസസ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ബെല്ലൈക്കോൺ കാണും, ബെല്ലൈക്കോണും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഓൾ, പേഴ്സണലൈസ്ഡ്, നൺ. അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണം, എന്നാലേ എല്ലാ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് ഫോണിലെ സെറ്റിങ്സും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ സെറ്റിങ്സിൻ്റെ അടിയിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്, അതിൻ്റെ അടിയിൽ നോട്ടിഫിക്കേഷൻസ്, ഇതിൻ്റെ ഉള്ളിൽ യൂട്യൂബ് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഓഫ് ആണെങ്കിൽ ഇതൊന്ന് ഓൺ ആക്കിയിടണം, എന്നാലേ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഐഫോൺ സെറ്റിങ്സിൻ്റെ അടിയിൽ നോട്ടിഫിക്കേഷൻസ്, അതിൽ യൂട്യൂബ്, എന്നിട്ട് അലൗ നോട്ടിഫിക്കേഷൻസ് ഓൺ ആയിരിക്കണം, എന്നാലേ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇതൊന്ന് ചെക്ക് ചെയ്തേക്ക്. കാരണം കുറേ പേര് പറഞ്ഞു നോട്ടിഫിക്കേഷൻസ് കിട്ടണില്ല. അവർക്ക് വേണ്ടി ഞാൻ ഈ ഡൗട്ട് ക്ലിയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വെജിറ്റേറിയൻ കറീസിൽ എൻ്റെ ഒരു ഫേവറേറ്റാണ് തീയൽ. അതിൽ വെണ്ടയ്ക്ക തീയൽ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിത് നോക്കാം. വളരെ സിമ്പിളാണ്, നമുക്ക് വേഗം ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഏറ്റവും ആദ്യം 2 വലിയ ടീസ്പൂൺ വാളംപുളി ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് ഒരു 1/4 കപ്പ് നല്ല ചൂടുവെള്ളത്തിൽ അത് മാറ്റി വെച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ തേങ്ങ വറുത്തെടുക്കണം. പേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് വറുത്തരച്ച് ആണ് തീയലുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അത് വേണമെന്നില്ല, പക്ഷെ ഞാൻ ഒഴിക്കാറുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് 1 കപ്പ് ചെറിയ തേങ്ങ, പിന്നെ ഒരു 3-4 ഉള്ളി, ചുവന്നുള്ളി, ഇതിട്ടിട്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇത് വറുത്തെടുക്കാൻ പോകണം. അപ്പോൾ ഇതൊരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ടാണ്. ചൂട് കട്ടിയുള്ള നല്ല വൈഡായിട്ടുള്ള ഇതുപോലത്തെ ചട്ടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, നന്നായി കിട്ടും. പിന്നെ അതിൻ്റെ സൈഡിന് വക്കിന് കുറച്ച് ഹൈറ്റ് വേണം, കാരണം ഇത് സ്ഥിരമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിൽ നിർത്തരുത്. ഈ വറുത്തരച്ച കറികൾക്കൊക്കെ കുറച്ച് സമയമെടുത്ത് പേഷ്യൻ്റായിട്ട് നിന്ന് വറുത്തരച്ച് സ്റ്റെർ ചെയ്തുകൊണ്ട് അവിടുന്ന് അടുപ്പിൻ്റെ അടുത്ത് നിന്ന് മാറാൻ പാടില്ല. അപ്പോൾ ഇത്രയും തേങ്ങ ചിരുവിയത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 6 മിനിറ്റ് എടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ഈ സ്റ്റേജ് കുറച്ച് ക്ഷമയോടെ നന്നായിട്ട് ചെയ്യണം, എന്നാലേ തീയൽ നന്നാവുള്ളൂ. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ ആയ ഉടനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ആ പാനിൻ്റെ ചൂട് കൊണ്ട് പിന്നെയും ബ്ലാക്കായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് നമ്മൾ മാറ്റി വെച്ചു. പാനൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 4 ഉണക്കമുളക്, ഞാൻ പിരിയമുളകാണ് ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതി ഉലുവ ചേർത്ത് 1 ടീസ്പൂൺ മല്ലിക്കുരു. ഇത് 3ഉം കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഫ്ലെയിം മീഡിയമാണ്. 1 മിനിറ്റോളം ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ആ സ്പൈസസിൻ്റെ ഒരു നല്ല മണം കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിർത്താം. എന്നിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്, അപ്പോൾ ഇതാണ് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. തീയലിന് വേണ്ടിയുള്ള പേസ്റ്റ് ഉണ്ടാക്കാൻ നല്ല പേസ്റ്റായിട്ട് കിട്ടണം, നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതിന് പറ്റിയ ചെറിയ മിക്സി ജാറിലേക്ക് ഇടാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം കൂടരുത്, അന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി ആവശ്യമുള്ള അത്ര മാത്രം വെള്ളം, നല്ല പേസ്റ്റായി കിട്ടാൻ വേണ്ടിയുള്ള അത്രയും വെള്ളം കൂടിപ്പോയാലും നന്നായി പേസ്റ്റായി കിട്ടില്ല. അങ്ങനെ ഇത് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടില്ല, നല്ല ഒരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
പിന്നെ ഇതുപോലത്തെ പേസ്റ്റ് മിക്സി ജാറിൽ നിന്നൊക്കെ കോരുമ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ സ്പാച്ചിൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ആ മൂടിയിലുള്ള പേസ്റ്റ് ഒന്നും മറക്കരുത്, അതും നമ്മൾ സ്ക്രേപ്പ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. അത് സെയിം പാൻ തന്നെ തുടച്ച് ക്ലീനാക്കി അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് അത് സിസിൽ ചെയ്യണ കേൾക്കുമ്പോൾ തന്നെ വേഗം 2 കപ്പ് വെണ്ടയ്ക്ക ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. തീയലിന് വേണ്ടി അരിഞ്ഞിരിക്കുന്ന വെണ്ടയ്ക്കൽ ഏകദേശം ഇങ്ങനത്തെ നീളമാണ്, ഒരു 2 ഇഞ്ചിലേക്കാളും കുറച്ച് കൂടുതൽ നീളത്തിൽ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഈ വെണ്ടയ്ക്ക നല്ല ഒരു ബ്രൈറ്റ് ഗ്രീൻ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇളക്കിക്കൊണ്ട് 1 മിനിറ്റോളം മതി. ഇനി നമുക്ക് തീയലിൻ്റെ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത ആ വെണ്ടയ്ക്ക, 2 ടൊമാറ്റോസ് ചോപ്പ് ചെയ്തത് ഒരു മൺചട്ടിയിലേക്കാണ് ചേർക്കുന്നത്. ഇപ്പോഴാണ് നല്ല കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടണത് കേട്ടോ, മൺചട്ടി ഉപയോഗിച്ചാൽ. എന്നിട്ട് ഇതിലേക്ക് 4 ചെറിയ പച്ചമുളക്, എരിവുള്ള പച്ചമുളക് ഞാൻ നടുവേ ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി ഫ്രഷ് കറിവേപ്പില. ഇതിലേക്ക് നമ്മൾ അരച്ച പേസ്റ്റ് മുഴുവൻ ചേർത്ത് കൊടുക്കാം. ഇനി ആ പുളി പിഴിഞ്ഞ വെള്ളം ഒരു സ്ട്രെയിനിൽ കൂടി ഒഴിച്ചു കൊടുക്കണം. മുഴുവൻ ഒഴിക്കണ്ട, ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പിന്നീട് ബാക്കിയുള്ളത് ഒഴിക്കാം. അപ്പോൾ ഒരു അത്യാവശ്യം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 മില്ലിയുടെ കപ്പാണ്. അപ്പോൾ 480 മില്ലി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ അരച്ച പേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരണം. ഇനി ഇതൊന്ന് തിളയ്ക്കണം. അതിനു മുമ്പ് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്, പിന്നെ വേണമെങ്കിൽ ഇടാം. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഇതൊന്ന് കുക്കായി കിട്ടണം. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടും. ആ ടൊമാറ്റോസൊക്കെ വെന്തുടഞ്ഞ് കിട്ടും. പിന്നെ കുറച്ചൊന്ന് കുറുകി വരണം. അത്രയും നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ആ വളംപുളിയുടെ വെള്ളം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് വേണമെങ്കിൽ അതും. ഈ ഫ്ലെയിം ഓഫാക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ കളറ് നന്നായിട്ട് തെളിഞ്ഞ് വരും. ഇനി നമുക്ക് ഈ തീയൽ താളിക്കാനുള്ളത് നോക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചെറിയ പാനിൽ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതി ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3-4 ചുവന്നുള്ളി ഒന്ന് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക്, ഉണക്കമുളക് പൊട്ടിച്ചതും, കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ ഇവിടെ ഉള്ളി ഞാൻ അരിയുന്നത് കുറച്ച് വലിയ പീസസ് ആയിട്ടാണ്, ഭയങ്കര തിൻ സ്ലൈസസ് അല്ല. തീയലിൽ ആ ഉള്ളി കാണാനും കഴിക്കാനും നല്ല രസമാണ്. ഉള്ളി ഒന്ന് ഗോൾഡൻ കളറായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീയലിലേക്ക് ചേർക്കാം. ഇതിന് കുറച്ച് നേരം മൂടി വെച്ചിട്ട് സെർവ് ചെയ്യുക. ഒരിത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. അപ്പോൾ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി കറിയാണ് വെണ്ടയ്ക്ക തീയൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. റെസിപ്പി സിമ്പിൾ അല്ലേ? അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.